നമസ്കാരം, ഞാൻ അനു പാലപ്പാറ. തനിനാടൻ കൃഷ്ണത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പുതിയൊരു വീഡിയോ ചെയ്യുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് ലേറ്റായി. ഇനി തുടർന്ന് എല്ലാ ദിവസങ്ങളിലും അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം വീഡിയോ ചെയ്യണ പോലെ സ്ഥിരമായിട്ട് വീഡിയോകളുണ്ടാവും. ആടുവളർത്തൽ സംബന്ധിച്ച് മഴക്കാലം ഏറെ ദുരിതപൂർണ്ണമാണ്. എല്ലാവർക്കും തീറ്റ കിട്ടാനും ആടുകളെ അയച്ച് പുറത്ത് കെട്ടാൻ തീറ്റ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീറ്റാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. സ്ഥിരം അപ്പോൾ കൂട്ടി തന്നെ ആയിരിക്കും ഭൂരിഭാഗം പേര് ഇടുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ആടുകൾക്ക് കൂടുതലായിട്ടും കാണപ്പെടുന്ന ദിവസങ്ങളിൽ ജലജന്യ രോഗങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നതാണ് ചുമ. അപ്പോൾ ആടുകളുടെ ചുമ മാറാനായിട്ട് ഒരൊറ്റമൂലിയുണ്ട്. നമ്മൾ തമ്പനയിൽ പറഞ്ഞ പോലെ ഒരു കപ്പ് ചായ മതി ആടിൻ്റെ ചുമ മാറ്റാൻ. നമ്മുടെ നാടുകളിലെല്ലാം സുലഭമായി ലഭിക്കുന്ന ചില ഔഷധ ചെടികളുടെ ഇലകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ചായ ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ചായ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ നാടൻ രീതികളിൽ പല ഒറ്റമൂലികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചിലതാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. ഇതിനായിട്ട് നമ്മൾ 5 ഇലകൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ ചുമ വരുമ്പോൾ ഉപയോഗിക്കുന്ന 5 ഇലകൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഇലയാണ് ആടലോടകത്തിൻ്റെ ഇല. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്ത് പറയും നമുക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ ആടലോടകം എന്നാണ് പറയുക. അപ്പോൾ അതിൻ്റെ ഇല നമ്മൾ എടുക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ചുമയൊക്കെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പനിക്കൂർക്കയുടെ ഇല നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെയൊക്കെ നാട്ടിലുകളിൽ പറമ്പുകളിലൊക്കെ കാണുന്ന മുയൽ ചെവി എന്ന് പറയും. ഇതും പല നാടുകളിൽ പല പേരിലാണ് അറിയപ്പെടുന്നത്. മുയൽ ചെവി എന്ന് പറയുന്ന ഈ ഒരു ഇല, ഇതും നമ്മൾ ചുമക്കൊക്കെ വാട്ടിപ്പിഴിഞ്ഞ് കുടിക്കുന്ന ഒരു ശീലമുണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്നത് നമ്മുടെ കുരുമുളകാണ്. കുരുമുളകിനെ ഈ പറഞ്ഞോണം എല്ലായിടത്തും ഒരേ പേരിലാണ് അറിയപ്പെടുന്നത്. കുരുമുളകിൻ്റെ ഇല, അതാണ് നമുക്ക് അടുത്ത് വേണ്ടത്. അപ്പോൾ നമ്മൾ കുരുമുളകിൻ്റെ ഒരു ഇല, നല്ല അത്യാവശ്യം വലുപ്പമുള്ള മൂത്ത രീതിയിലുള്ള ഒരു ഇല, ആടലോടത്തിൻ്റെ ഇല, അതുപോലെ തന്നെ പനിക്കൂർക്കയുടെ ഇല, പിന്നെ നമ്മുടെ കുരുമുളകിൻ്റെ ഇല, പിന്നെ നമ്മുടെ മുയൽ ചെവി, ഈ പറഞ്ഞ ഇലകളെല്ലാം കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ചായ ഉണ്ടാക്കാൻ പോകുന്നത്. ചായ ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. നമ്മൾ സാധാരണ ചെയ്യണ പോലെയൊക്കെ തന്നെ ചെയ്യാം. ഗ്യാസിലോ അടുപ്പിലോ എങ്ങനെ വേണമെന്ന് വെച്ചാൽ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാം. സംഭവം ഇത് നമ്മൾക്ക് ആടിന് ചുമ വരുമ്പോൾ മാത്രം അങ്ങനെയായിട്ട് ഉപയോഗിക്കാൻ മാത്രമല്ല, ആടുകൾക്കൊരു എനർജി ഡ്രിങ്ക് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്കിത് കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ പറയുമ്പോൾ ചില ആൾക്കാർക്ക് ഒരു ചിരി വരാം. പക്ഷെ എന്നിരുന്നാലും ഇപ്പോൾ ഈ പറഞ്ഞോണം മഴക്കാലമൊക്കെ വരുന്ന സമയങ്ങൾ, അല്ലെങ്കിൽ മഴയൊക്കെ പെയ്ത് നനഞ്ഞൊക്കെ ആടുകൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ ചായ തിളപ്പിച്ച് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചുമയില്ലെങ്കിൽ പോലും അവർക്കതൊരു ഫ്രഷ്നെസ്സാണ്. ഞാൻ പലതവണ പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞോണം ഒരു നനഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമുക്കതിലൊരു ചായ കിട്ടുമ്പോൾ നമുക്കൊരു ഫ്രഷ്നെസ് ഉണ്ടാവില്ലേ, സെയിം പ്രോസസ് തന്നെ ആടുകൾക്കുണ്ടാവും. നമ്മൾ എടുത്തു വെച്ച ഇലകളെല്ലാവരും ഇതിനകത്തേക്ക് ഇടുമ്പോൾ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇടണം. അങ്ങനെ ഒന്ന് ഞെരിച്ചിട്ട് നല്ല രീതിയിൽ അതിൻ്റെ മണമൊക്കെ വരാൻ പാകത്തിന് ഇടുക. എന്നിട്ട് നല്ല രീതിയിൽ തിളപ്പിക്കുക. ഇലകളൊക്കെ ഒരു 2 സെക്കൻഡോ 3 സെക്കൻഡോളം നല്ലോണം തിളപ്പിച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. ചായപ്പൊടി ഇടുമ്പോൾ ഒരുപാട് ചായപ്പൊടി ഇടരുത്, എന്നാൽ അത്യാവശ്യം കടുപ്പം ഉള്ള രീതിയിലായിട്ട് കൊടുക്കണം. അതാണ് നമ്മുടെ ആടുകൾക്ക് ഇഷ്ടം. സാധാരണ നമ്മൾ അങ്ങനെയാണ് ചെയ്യാറ്. അത്യാവശ്യം നല്ല രീതിയിൽ ഈ കാപ്പി മീൻസ് നമ്മുടെ തേയിലപ്പൊടി അതുപോലെ തന്നെ ഇലകളൊക്കെ കൂടി മിക്സ് ആവുന്ന രീതിയിൽ നല്ലപോലെ തിളപ്പിക്കുക. നല്ലപോലെ തിളച്ച് വരുമ്പോൾ നല്ല മണമായിരിക്കും. ഈ ഇലകളൊക്കെ മിക്സായിട്ട് തേയിലൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലൊരു ആയുർവേദ ടേസ്റ്റുള്ളൊരു മണം നമുക്ക് വരും. അതിനകത്തേക്ക് നമ്മൾ ഒരു കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഇടരുത്. പഞ്ചസാരനേക്കാളും നല്ലത് ശർക്കര ആയിരിക്കും. ആയുർവേദ മരുന്നുകളൊക്കെ ചേർക്കണേ, അല്ലെങ്കിൽ ആയുർവേദത്തിൻ്റെ രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ ഒറ്റമൂലി എന്നുള്ള രീതികളിലൊക്കെ ചേർക്കണതിൽ പരമാവധി ശർക്കരയാണ് എല്ലാവരും യൂസ് ചെയ്യുക. അപ്പോൾ ശർക്കരയ്ക്കും അതിൻ്റേതായ ചെറിയ ഗുണങ്ങളുണ്ട്. അതൊക്കെ കൂടി നല്ലൊരു സൂപ്പർ ചായയായിട്ട് വരും. ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ ചായ വന്നിട്ടുണ്ട്.
ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ഇട്ടേക്കണ ഇലകളൊക്കെ എടുത്ത് നമുക്ക് കളയാം മീൻസ് മാറ്റി വയ്ക്കാം. അല്ലെങ്കിൽ അത് എടുത്തിട്ട് പിഴിഞ്ഞിട്ട് ഇതിൻ്റെ ചാറ് ഇതിനകത്തേക്ക് ഒഴിച്ചാലും നല്ലതാണ് കേട്ടോ. അതും കുറച്ചും കൂടി സെറ്റപ്പ് ആയിരിക്കും. ഇപ്പം നമ്മൾ ഇതിനകത്തിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. ചില രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇടിച്ച് പിഴിഞ്ഞിട്ട് ഇതിൻ്റെ ചാറെടുത്ത് ഒഴിച്ചിട്ടായാലും ഈ പറഞ്ഞ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. അതിലും നല്ലത് കുറച്ചും കൂടി എളുപ്പം ഇലയ്ക്ക് ഇട്ടിട്ട് ഉണ്ടാക്കണമായിരിക്കും. നമുക്ക് ഉണ്ടാക്കാനും കുറച്ച് എളുപ്പമായിരിക്കും. ഇത് ഞാൻ പറഞ്ഞ പോലെ ഇതൊരു എനർജി ഡ്രിങ്ക് എന്നുള്ള രീതിയിലേക്ക് കണ്ടാൽ മതി. ചുമ ഉള്ള സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആടുകൾക്ക് ചുമ മാറാറുണ്ട്. അതുകൂടാണ്ട് ആടുകൾക്ക് ഇപ്പോൾ ആരോഗ്യസ്ഥിതിയൊക്കെ ഉള്ള സമയത്തോ അല്ലെങ്കിൽ തളർന്നിരിക്കുന്ന സമയത്തൊക്കെ കൊടുത്താലും ഇവർ കഴിക്കും. എൻ്റെ ആടുകളൊക്കെ ഇത് കൊണ്ടുചെന്നാൽ തന്നെ മടമടാന്ന് അടിയും. പിന്നെ ഇത് ആടുകൾക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, പരമാവധി ഇതിൻ്റെ വെള്ളം, അതായത് ചായ മാത്രമായിട്ട് കൊടുത്താൽ മതി. കോറ്റനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ മാറ്റി വയ്ക്കുക. ചായയുള്ള ഭാഗം മാത്രം പരമാവധി കൊടുക്കുക. പിന്നെ ചൂട് ഇപ്പോൾ നമ്മൾ തിളപ്പിച്ച് വരുമ്പോൾ തന്നെ നല്ല ചൂടായിരിക്കും. പരമാവധി ചൂടാറ്റി കൊടുക്കുക. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് തണുത്ത് ഇച്ചില പോലെ ആവാനും പാടില്ല. ആടുകൾക്ക് കുടിക്കാൻ പറ്റൊരു ചൂടുണ്ട്. അപ്പോൾ നമ്മൾ പ്രസവിച്ചിട്ട് കഴിഞ്ഞ സമയത്ത് ആടുകൾക്ക് വെള്ളം കൊടുക്കുമ്പോൾ അത്യാവശ്യം ചൂടി കൊടുക്കില്ലേ, അതേപോലെ കൊടുക്കുക. ഞാൻ പിന്നെ പ്രസവം കഴിഞ്ഞിട്ട് ആടുകൾക്ക് ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. നല്ല രീതിയിൽ ആടുകൾക്ക് അത് കുടിച്ച് അപ്പോൾ തന്നെ നല്ല ഫ്രഷ്നെസ്സൊക്കെ വരാറുണ്ട്. അതുപോലെ ഈ പ്രസവം കഴിഞ്ഞിട്ട് ആടുകൾക്ക് മറ്റേ മറുപിള്ളൊക്കെ പോകാനായിട്ട് ഇല്ലീര ഇല കൊടുക്കില്ലേ, മറ്റേ നമ്മുടെ മുളയുടെ ഇല കൊടുക്കും. ആ ഇല കൊടുക്കണ കൂട്ടത്തിൽ ഞാൻ ഇതും കൊടുക്കാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് ആട് റീഫ്രഷ് ആവും. അതായത് പെട്ടെന്ന് മായൊക്കെ പോയിട്ട് നമ്മൾ സാധാരണ രൂപത്തിലേക്ക് വരും. ക്ഷീണമൊക്കെ മാറി അത്യാവശ്യം എനിക്ക് ആടും കുട്ടികൾക്ക് പാലൊക്കെ കൊടുക്കാനുള്ള രീതിയിലേക്ക് പെട്ടെന്ന് വരാറുണ്ട്. നേരത്തെ പറഞ്ഞോളം ഇത് അത്യാവശ്യം ചൂടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ചൂടാറ്റണമെന്നാണ്. ഇതേപോലെ ഒന്നും ചെയ്യണമെന്ന് നിർബന്ധമില്ല, ചൂടാറ്റി കൊടുത്താൽ മതി. നമ്മുടെ അത്യാവശ്യം കുടിക്കാൻ പറ്റുന്ന ചൂടായിട്ടുണ്ട്, നമുക്ക് ആടുകൾക്ക് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ ഈ ഒരു ആടിന് മാത്രമാണ് ചെറുതായിട്ടൊരു ചുമയുള്ളത്. ചുമ എന്ന് പറയാൻ പറ്റില്ല, ഇടയ്ക്കിടയ്ക്ക് അവളൊന്ന് തുമ്മണ പോലെ അങ്ങനെ കാണിക്കണുള്ളൂ. അപ്പോൾ ഞാനീ പറഞ്ഞോളം ഇടയ്ക്കിടെ ഞാൻ കൊടുക്കുന്നതിൻ്റെ പേരിൽ ഞാൻ കൊടുത്തപ്പോൾ ഇതൊരു വീഡിയോ പോലെ ചെയ്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ആടുകൾക്ക് ഞാനിത് സ്ഥിരം കൊടുക്കണമെന്ന് പറയാം. ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നതിൻ്റെ പേരിൽ അവർ നല്ലോണം കഴിക്കും. പക്ഷെ ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കി കൊടുത്ത സമയത്തും ഇവരൊരു മടിയും കൂടാണ്ട് ഇതേപോലെ തന്നെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ കൊടുത്ത് കുറച്ച് നേരത്തിനുള്ളിൽ അവർ നല്ലോണം കഴിച്ചോളും. സാധാരണ വെള്ളമൊക്കെ കൊടുത്തിട്ട് മാറ്റി വയ്ക്കണ പോലെയൊന്നും ചെയ്യില്ല, എല്ലാവരും കഴിക്കും. നല്ല രീതിയിൽ എല്ലാവരും കഴിച്ചോളും. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞോണം, ഈ മഴക്കാലത്ത് എല്ലാ കർഷകർക്കും ദുരിതമായിരിക്കും. ആടുകളെ പുറത്തയച്ച് കട്ടി തീറ്റിക്കുന്ന ആൾക്കാർക്കായിരിക്കും കൂടുതൽ. കാരണം കൂട്ടിൽ തന്നെ ആയിരിക്കും ഫുൾ ടൈം, വേറെ എങ്ങും കൊണ്ട് കെട്ടാൻ ഓപ്ഷനില്ല നമുക്ക്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്തൊക്കെ ഇതേപോലെ മഴയൊക്കെ പെയ്ത് കാറ്റടിക്ക് വന്ന് ഇവരെങ്ങനെയും കൂട് നനയും. അപ്പം നമ്മൾ എത്രയൊക്കെ സേഫ്റ്റി സൈഡൊക്കെ മറിച്ചാലും കാറ്റടിക്ക് വെള്ളമൊക്കെ വന്ന് നനഞ്ഞ് ആകെ തണുത്ത മട്ടിലായിരിക്കും ഇവർ നിൽക്കുക. അതൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഈ പറഞ്ഞോണം ഇവർ ഇതേപോലെ നിൽക്കുന്ന സമയത്ത് ഇതേപോലത്തെ കൊടുത്തു കഴിഞ്ഞാൽ ആടുകൾക്ക് അതിൻ്റേതായ വ്യത്യാസം നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ചുമയുള്ള ആടുകൾക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ആടുകൾക്ക് ചുമ മാറും. ഇതൊരു ഒരു 2-3 പ്രാവശ്യം, അതായത് ഇപ്പോൾ നമ്മൾ തിളപ്പിച്ചിട്ട് ഇടയ്ക്ക് ചൂടാക്കി കൊടുത്താലും മതി. അങ്ങനെ ഒരു കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് കൊടുത്താലും മതി. ഒരു ദിവസം ഒരു 3 പ്രാവശ്യമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആടുകൾക്ക് ഇപ്പോൾ വന്നിട്ട് സാധാരണ ആടുകൾക്ക് ചുമ ഉണ്ടാവില്ലേ, ഇടയ്ക്കിടയ്ക്ക് വരുന്ന ചുമകൾ, ആ ചുമ 100% മാറി കിട്ടും, ഞാൻ ഉറപ്പാണ്. ഇതുകൂടാണ്ട് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ മിശ്രിതത്തിലേക്ക് തന്നെ ഇപ്പോൾ നമ്മുടെ ചുമയ്ക്ക് വരുന്ന പൊടിയില്ലേ, നമ്മൾ ആയുർവേദത്തിൻ്റെ പൊടി വാങ്ങിക്കാൻ കിട്ടില്ലേ, ആ പൊടിയും കൂടി ഇതിനകത്തിട്ട് മിക്സ് ചെയ്തും കൂടിയായിട്ട് ഞാൻ കൊടുക്കാറുണ്ട്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ രീതിയിലും കൊടുക്കാം. ആട് വളർത്തലുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിപാലനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. എല്ലാവർക്കും കർഷകർക്കും ഒരുവിധം ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാൻ പറ്റും. പരമാവധി നമ്മൾ ആടുകൾക്ക് മഴക്കാലത്ത് നമ്മൾ സൈഡ് കർട്ടനൊക്കെ മറക്കില്ലേ, ആ സൈഡ് കർട്ടനുകളൊക്കെ മഴ മാറിയിട്ടുള്ളൊരു സമയം, ഇപ്പോൾ ഏകദേശം ഇതിപ്പോൾ നമ്മുടെ അവിടെ മഴയൊക്കെ പെയ്ത് മാറിയിട്ട് ഉള്ളൊരു കാലാവസ്ഥയുള്ള സമയമോ, അത്യാവശ്യം വെയിൽ തന്നെ ഉണ്ട്, വൈകുന്നേരം സമയമാണ്, ഒരു ഉച്ച സമയം, ഒരു 2 മണി നേരത്തേക്കാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ചൂടുള്ള വെയിൽ വരുമ്പോൾ നമ്മൾ കർട്ടനൊക്കെ മാറ്റിയിട്ട് ആ വെയിൽ കൂടിലേക്ക് കൊള്ളാൻ പാകത്തിനായിട്ട് നമ്മൾ സജ്ജീകരണം ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയൊക്കെ പെയ്ത് നനഞ്ഞിരിക്കുന്ന കൂടുകളൊക്കെ ഉണങ്ങി ഒരു നീറ്റായിട്ട് കിടക്കും. നമ്മളിപ്പോൾ എന്തോരം അടിച്ചാലും മഴവെള്ളത്തിൻ്റെ ആ ഒരു ഈർപ്പം നിൽക്കുമ്പോൾ അത്രയും വൃത്തിയാവാറില്ല. അപ്പോൾ ഇതേപോലെ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോളം കൂട്ടിലേക്ക് ഇതേപോലെ നല്ല രീതിയിൽ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ കൂടൊക്കെ നല്ലോണം ഉണങ്ങി ആടുകൾക്കൊക്കെ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും. പിന്നെ മഴക്കാലത്ത് നമ്മൾ ആട്ടുംകൂടിൻ്റെ അടിഭാഗം മസ്റ്റായിട്ട് വൃത്തിയാക്കുക. മഴ പെയ്യണേക്കാളും മുമ്പ് പരമാവധി വൃത്തിയാക്കുക എന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്.
കാരണം മഴവെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നനഞ്ഞ് ആകെ ജീർണിച്ചൊരവസ്ഥയിലേക്ക് എത്തും. പിന്നെ അത് അവിടെ കെട്ടിക്കിടന്ന് അല്ലെങ്കിൽ നല്ലപോലെ ആട്ടിൻകൂടിലുണ്ടെങ്കിൽ അത് ഫോം ചെയ്ത് പിന്നെ അതിൽ നിന്ന് ഒക്കെയാണ് ആടുകൾക്ക് കൂടുതലായിട്ട് ചുമ വരുന്നത്. അതുപോലെ തന്നെ കാറ്റടി പരമാവധി കൊള്ളാത്ത രീതിയിൽ കൂട് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. മഴക്കാലത്ത് പരമാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് നമ്മളുള്ള ഇതേപോലെ ഷീറ്റോ എന്തെങ്കിലുമൊക്കെ ഇട്ട് മറിച്ചിട്ട് കാറ്റടി വരാത്തക്ക രീതിയിൽ കൂടുകൾ സെറ്റ് ചെയ്താൽ തന്നെ ഒരു പരിധി വരെ ആടുകൾക്ക് ഇത് വന്ന സാംക്രമിക രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. വീഡിയോ ചെയ്യാതിരുന്ന ഈ കാലയളവിൽ എന്തുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ച് നമ്മുടെ കുശലാന്വേഷണങ്ങളൊക്കെ അന്വേഷിച്ച നമ്മുടെ എല്ലാ വ്യൂവേഴ്സിനും നന്ദി അറിയിക്കുകയാണ് ഈ അവസരത്തിൽ. തുടർന്ന് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിനു മുമ്പും ആടുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസുകൾ ഈ ചാനൽ ചെയ്തിട്ടുണ്ട്. അവയൊക്കെ കാണാൻ ശ്രമിക്കുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരെ സൈനിങ് ഔട്ട്. തനിനാടൻ കൃഷിലോകം.